श्रीहरये नमः। स्तम्भे घट्टयदो हिरण्यकशिपोः कर्णौ समाचूर्णयन् आघूर्णज्जगदण्डकुण्डकुहरो घोरस्तमाभूद्रवः। श्रुत्वायं किल दैत्यराजहृदये पूर्वं कदाप्यश्रुतं कम्बः कश्चन सम्भपाद चलितोऽप्यम्भोजभूर्विष्टरान्। दैत्ये दिक्षु विशिष्टचक्षुषि महासंरम्भिणि स्तम्भदः सम्भूतं न मृगात्मकं न मनुजाकारं बपुस्ते विभो। किं किं भीषणमेतदद्भुतमिति व्युद्भ्रान्तचित्ते सुरे विस्फूर्जद्धवलोग्ररोमविकसत् वर्ष्मासमाजृम्भतां। तप्तस्वर्णसवर्णघूर्णदधिरूक्षाक्षं सडाकेसरप्रोत्कम्बप्रनिकुम्बिताम्बरमहो जीयातवेदं बभुः। व्याप्तमहादरीसखमुखं खड्गोग्रवल्गन्महा जिह्वा निर्गमदृश्यमान सुमहादंष्ट्रायुगो धामरम्। उत्सर्पद्वलिभङ्गभीषणहनु ह्रस्वस्थवीयस्तरग्रीवं पीवरदोषदोद्गरनख क्रूरांशुदूरोद्बणं व्योमोल्लङ्घिघनाघनोपमघन प्रध्वाननिर्धावित स्पर्धानुप्रगरं नमामि भवद तन्नारसिंहं वपुः। न्यूनं विष्णुरयं निहन्यमुदि भ्राम्यद्गदाभीषणं दैत्येन्द्रं समुपाद्रवन्दमधृता दोर्भ्यां पृथुभ्याममुं। वीरो निर्गलितोऽधखड्गमलगो गृह्णन् विचित्रश्रमान् व्यावृण्वन् पुनरापपाद भुवनग्रासोद्यतं त्वामहो। भ्राम्यङ्गं दिदिजाधमं पुनरपि प्रोद्गृह्य दोर्भ्यां जवान् द्वारोधोयुरुगे निपात्य नगरान् व्युद्घाय वक्षोभुवि निर्बिन्दन्नतिगर्भनिर्भरगळ रक्तापुबद्धोत्सवं। पायं पायमुदैरयो बहुजगत्संहारि सिंहारवान्। त्यक्त्वा तं हदमाशु रक्तलहरी सिक्तो न मद्वर्ष्मणि प्रत्युत्पत्य समस्तदैत्यमडलीं चाघाद्यमाने त्वयि। भ्राम्यद्भूमिविकम्पिताम्बुदिकुलं व्यालोलशैलोत्करं प्रोत्सत्पद्खचरं चराचरमहो दुःस्थामवस्थां दधौ। तावन्मांसवपाकराळवभुषं घोरान्द्रमालाधरं त्वां मध्ये सभमित्थरोषमुहितं दुर्वारकुर्वारवम्। अभ्येतुं न शशाक कोऽपि भुवने दूरे स्थिता भीरवः सर्वे शर्वविरिञ्चवासवमुखा प्रत्येकमस्तोषता। भूयोऽप्यक्षदरोषधाम्नि भवति ब्रह्माज्ञया बालके प्रह्लादे पदयो नमत्यपभये कारुण्यभाराकुलः। शान्तस्त्वं करमस्य मूर्ध्नि समधाः स्तोत्रैरधोद्गायदः तस्या कामधियोऽपि ते निधवरं लोकाय चानुग्रहम्। एवं नाडितरौद्रचेष्टित विभो श्रीदावनीयाभिधश्रुत्यन्त स्फुटगीत सर्वमहमन् अत्यन्तशुद्धाकृते तथाधृन्निखिलोत्तरं पुनरहो कस्त्वां परो लङ्घयेत्।
പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപദേ സർവാമയാത് പാഹി മാം. പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപദേ സർവാമയാത് പാഹി മാം. ശ്രീഹരയേ നമഃ. ഓം ഉഗ്രവീരം മഹാവിഷ്ണും ജ്വലന്തം വിശ്വതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. ശ്രീയപ്പതിയാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹത്തിൽ നടക്കുന്ന இந்த വൈശാഖാമൃതത്തിൽ നമുക്ക് ഇന്നേക്ക് കിടച്ചിരിക്കുന്ന ടോപ്പിക്ക് നരസിംഹാവതാരം. ഭൂമിയിൽ ശത്രുക്കളില്ലാത്തവരായി ആരും തന്നെ ജനിക്കുന്നുമില്ല, അതുപോലെ മരിക്കുന്നുമില്ല. നന്മ ചെയ്യുന്നവർക്കും തിന്മ ചെയ്യുന്നവർക്കും എല്ലാവർക്കും തന്നെ ശത്രുക്കൾ ഒരുപാട് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഭൂമിയിലെ അവതാര പുരുഷന്മാർ എല്ലാവർക്കും തന്നെ പ്രബലരായ ശത്രുക്കളുണ്ടായിരുന്നു. ആ അവതാര പുരുഷന്മാർക്ക് എല്ലാവർക്കും ആ ശത്രുവിൽ നിന്ന് മോചനം നൽകിയത് ദൈവിക ഹസ്തങ്ങളാണ് എന്നാണ് പുരാണങ്ങളിൽ പറയപ്പെടുന്നത്. ഇത്തരത്തിൽ ശത്രു സംഹാരത്തിനായി ഉടലെടുത്ത ഒരു ഉഗ്ര അവതാരമൂർത്തിയാണ് ശ്രീ നരസിംഹമൂർത്തി. കൃതയുഗത്തിൽ മഹാവിഷ്ണുവിൻ്റെ 4 അവതാരങ്ങൾ എടുത്തതിൽ അതിൽ അവസാനത്തെ അവതാരമാണ് നരസിംഹം. പ്രഹ്ലാദനെ രക്ഷിക്കുവാനും ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കുവാനുമായാണ് മഹാവിഷ്ണു നരസിംഹാവതാരം എടുത്തത് എന്നാണ് ഭാഗവതത്തിൽ പറയപ്പെടുന്നത്. പേര് പോലെ തന്നെ സിംഹത്തിൻ്റെ മുഖവും മനുഷ്യൻ്റെ ശരീരവുമാണ് ഈ വിഷ്ണു അവതാരത്തിൻ്റെ പ്രത്യേകത. സഹോദരനായ ഹിരണ്യാക്ഷൻ്റെ വധത്തെ തുടർന്ന് ഹിരണ്യകശിപു അത്യന്തം ക്രോധാവിഷ്ടനായി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് മനുഷ്യനോ മൃഗമോ തന്നെ കൊല്ലരുത്, രാവോ പകലോ ആ സമയത്ത് താൻ കൊല്ലപ്പെടരുത്, ആയുധങ്ങൾ കൊണ്ട് കൊല്ലപ്പെടരുത്, അതുപോലെ തന്നെ ഭൂമിയിലോ ആകാശത്തോ വെച്ച് കൊല്ലപ്പെടരുത്, അതേപോലെ തന്നെ പാതാളത്തിൽ വെച്ചും കൊല്ലപ്പെടരുത് എന്നിങ്ങനെ ഒരുപാട് രീതിയിലുള്ള വരമാണ് ചോദിച്ചത്. അത് ബ്രഹ്മാവ് ഹിരണ്യകശിപുവിന് നൽകി. ആ വരബലത്തിൻ്റെ അഹങ്കാരത്തിൽ ലോകങ്ങളെല്ലാം ഈ ലോകം മുഴുവൻ എല്ലാ ലോകങ്ങളും തൻ്റെ കീഴ്ക്കലായി എന്നുള്ള ഒരു അഹങ്കാരത്തിൽ ആ അസുര ചക്രവർത്തി ഹിരണ്യകശിപു അങ്ങനെ അദ്ദേഹം ജനങ്ങളോട് എല്ലാവരും തന്നെ പറയുകയാണ്, എന്നെ മാത്രമാണ് നിങ്ങൾ സ്മരിക്കേണ്ടത്, ജപിക്കേണ്ടത്, ഞാനാണ് നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് ഇങ്ങനെ വാഴ്ന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ കയാധു ഗർഭിണിയായി. അപ്പോൾ കയാധുവിൽ പ്രഹ്ലാദൻ എന്ന ഒരു പരമ വിഷ്ണു ഭക്തനായ ഒരു പുത്രൻ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ പ്രഹ്ലാദൻ തികഞ്ഞ ഒരു വിഷ്ണു ഭക്തനാണ്. ആ പ്രഹ്ലാദനെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് നാരദ മഹർഷിയുടെ ആശ്രമത്തിൽ തങ്ങാനായ ഒരു സാഹചര്യം കയാധുവിനും ഉണ്ടായി. അപ്പോൾ നാരദ മഹർഷിയുടെ ആശ്രമത്തിൽ നാരദ മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ട വിഷ്ണു കഥകളെല്ലാം കേട്ടാണ് ഗർഭത്തിൽ തന്നെ ഇരിക്കുന്ന ആ ഗർഭസ്ഥാവസ്ഥയിൽ ആ ശിശു വളരുന്നത്. വിഷ്ണുവിൻ്റെ കഥകൾ കേട്ട് അങ്ങനെ വളർന്ന കാരണം തന്നെ പ്രഹ്ലാദൻ തികഞ്ഞ ഒരു വിഷ്ണു ഭക്തനായി മാറി. അങ്ങനെ പ്രഹ്ലാദൻ ജനിച്ചതും ആ ആശ്രമത്തിൽ വെച്ച് തന്നെയായിരുന്നു. അതുപോലെ വളർന്നപ്പോൾ പഠിക്കാൻ ചെന്ന ഗുരുകുലത്തിൽ പ്രഹ്ലാദൻ തൻ്റെ ആ കൊച്ചു ബാലൻ തൻ്റെ സഹപാഠികളോടെല്ലാം തന്നെ വിഷ്ണുവിനെക്കുറിച്ച് പറയുകയും അങ്ങനെ ആ ഗുരുകുലത്തിൽ തന്നെ എല്ലാവരും തികഞ്ഞ വിഷ്ണു ഭക്തന്മാരായിട്ട് മാറി. ഇത് ഒരു ദിവസം ഒരിക്കൽ ഹിരണ്യകശിപു അറിയാൻ ഇടയായി. തൻ്റെ സഹോദരനെ നിഗ്രഹിച്ച ആ ദേശത്തിൽ മഹാവിഷ്ണുവിനെ നിഗ്രഹം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹിരണ്യകശിപു, ആ അസുര ചക്രവർത്തി,
ഇത് കേട്ട് വയ്യാതെ തുടരെ പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങൾ ഒരിക്കലും തന്നെ വിഷ്ണുവിനെ പൂജിക്കരുത്, എന്നെ മാത്രമാണ് ജപിക്കാൻ പാടുള്ളൂ എന്ന്. ഇത് തുടരെ പറഞ്ഞിട്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല. ഏതു നേരവും നമ്മുടെ പ്രഹ്ലാദൻ ഹരി 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 യേന ദിനം സ്മരി, ഹരി 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 യേന ദിനം സ്മരി, ഞാൻ വണങ്ങിടും ഇறைவனோ ശംഖ് ചക്രധാരി, എൻ നെഞ്ചിൽ പള്ളി കൊണ്ടവൻ ശ്രീരംഗനായകൻ. അതായത് പ്രഹ്ലാദൻ ഏത് നേരവും വിഷ്ണുവിനെ കുറിച്ച് ഭജിച്ചുകൊണ്ടിരുന്നിരുന്നു. അത് വയ്യാതെ ആ ശ്രീ ചക്രവർത്തി ക്രോധം പൂണ്ട്, അതായത് ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് ചോദിച്ചു, ആരാണ് ഈ നിന്റെ ഒരു ഭഗവാൻ വിഷ്ണു ആരാണ്? അരേ ക്വാസവ് സകല ജഗതാത്മാ ഹരിവിധി. ഈ ഹരി ഹരി എന്ന് നീ പറയുന്നുണ്ടല്ലോ, ആ ഹരി ആരാണ് എന്ന് ഒന്ന് കാണിച്ചതാന്ന് പറയും. അപ്പോൾ പറയുമ്പോൾ എന്തായി? അപ്പോൾ എൻ്റെ വിഷ്ണു, മഹാവിഷ്ണു ഈ തൂണിലും ഈ തുരുമ്പിലും അങ്ങിലും എന്നിലും എല്ലാവരിലും ഈ ചരാചരങ്ങളിലും സർവ്വലോകങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ഭഗവാനാണ്. എല്ലാ ചരാചരങ്ങളിലും ഉള്ളത് മഹാവിഷ്ണു തന്നെയാണ്. സയേവ ത്രൈലോക്യം, അതിലുണ്ട് ആ ശ്ലോകത്തിലുണ്ടല്ലോ, സയേവ ത്രൈലോക്യം, ആ ലാസ്റ്റ് ശ്ലോകത്തിൽ സകലമിതി ധീരോയമഗതീത് പിതാശൃണ്വൻ ബാല പ്രകരമഖിലം ത്വസ്തുതി പരം രുഷാന്ധപ്രാഹൈനം കുലഹദകസ്തേ ബലമിതി ബലം മേ വൈകുണ്ഠ തവ ജഗദാം ചാഭിസബലം. അതാണ്. അപ്പോൾ ഈ പ്രഹ്ലാദനെ വധിക്കുവാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെന്ന് പറഞ്ഞല്ലോ ഹിരണ്യകശിപു. അതായത് മലയുടെ മുകളിൽ നിന്ന് ഉരുട്ടിയിടുക, അതുപോലെ ആനയെ കൊണ്ട് ചവിട്ടിക്കുക, അങ്ങനെ പലതരത്തിലുള്ള ഉപദ്രവങ്ങളും ചെയ്തു. അതിനൊന്നും തന്നെ നമ്മുടെ പ്രഹ്ലാദൻ ഒരു തരത്തിലും ഒരു വിഷമം വിചാരിച്ചില്ല. ഏതു നേരവും സർവ്വതാ മഹാവിഷ്ണുവിനെ ഭജിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നിനക്ക് ഈ ധൈര്യം എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിക്കുകയാണ് ഹിരണ്യകശിപു, തൻ്റെ മകനോട് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, ബലം മേ വൈകുണ്ഠ തവ ജഗതാം ചാപി സബലം. എൻ്റെ ധൈര്യം എൻ്റെ ഭഗവാനാണ്. ബലം മേ വൈകുണ്ഠ, നമുക്കെല്ലാവർക്കും ഭഗവാൻ തന്നെയാണ് ബലം. ഭഗവാന്റെ അനുഗ്രഹമില്ലെങ്കിൽ നമുക്ക് യാതൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അരേ ക്വാസവ് സകല ജഗതാത്മാ ഹരിതി പ്രഭിന്ദേ സ്മ, നിന്റെ വിഷ്ണു എവിടെയാണ് എന്ന് അരേ ക്വാസവ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ എന്താ പറ്റിയത്? ഈ തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് നമ്മുടെ പ്രഹ്ലാദൻ പറഞ്ഞു. ആ കുഞ്ഞു ബാലൻ ആ ധൈര്യം സംഭരിച്ച് പറയാണ്, തൂണിലും തുരുമ്പിലും ഭഗവാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ രാജധാനിയിലെ ഒരു സ്തംഭത്തിൽ തൻ്റെ ഗദ കൊണ്ട് അത്യന്തം ശക്തിയോടുകൂടി പ്രഹരിക്കുകയാണ് ഹിരണ്യകശിപു. ഉടൻ തന്നെ ആ തൂണ് പിളർന്ന ഉഗ്രസ്വരൂപിയായ നരസിംഹമൂർത്തി പുറത്തു വരികയായിരുന്നു. സ്തംഭം പിളർക്കുന്ന ഹുങ്കാര ശബ്ദം, ദിഗന്ധം നടുങ്ങുന്ന ദുന്ദുഭീനാദം, ശതകോടി സൂര്യന്മ എരിയും ത്രിനേത്രം, ചുടുനിണം തേടുന്ന ചുഴുകപോന്നാവ്, നരനല്ല മൃഗമല്ല നരസിംഹരൂപം, രാവല്ല പകലല്ല നിറസന്ധ്യ നേരം, അകമല്ല പുറമല്ല ഉമ്മരപ്പടിയിൽ, വിണ്ണല്ല മണ്ണല്ല നിൻമടിത്തട്ടിൽ, ദൈത്യന്റെ പ്രാണനിൽ ആ നഗരജാലം, കുടൽമാലരുധിരവും മണിയുന്ന രൂപം, ഭക്തന്റെ രക്ഷയ്ക്ക് നിമിഷാർദ്ധ നേരം, ആ ദിവ്യദർശനം പ്രഹ്ലാദ പുണ്യം, നാമജപങ്ങളാൽ ഉണർത്തിയിടണേ, നാരായണ നമോ നാരായണ, നാരായണ നമോ നാരായണ. ഭഗവാൻ പുറത്തേക്ക് വന്നതോടുകൂടി ആ സ്തംഭം വിളർന്ന്, അതാണ് ആ ഫസ്റ്റ് ശ്ലോകത്തിൽ പറയുന്നത്, സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയന്, ആഘൂർണ ജഗദണ്ഡകുണ്ഡകുഹരോ, ഈ അണ്ഡങ്ങളും ഈ സകല ലോകങ്ങളും വിറപ്പിക്കുന്ന തരത്തിലാണ് ഭഗവാൻ പുറത്തേക്ക് വന്നത്.
ശ്രുത്വായം ദൈത്യരാജഹൃദയ പൂർവ്വം കഥാപ്യശ്രുതം. ഇതിനു മുമ്പ് ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ആ ശബ്ദം കേട്ടിട്ട് പേടിച്ച് വിറച്ചു നമ്മുടെ ഹിരണ്യകശിപു. വളരെയധികം പേടിച്ച് ഭയാകുലനായി വിറച്ചു എന്നാണ് പറയുന്നത്. ബ്രഹ്മാണ്ഡമായ മഹാഭാരതത്തിന്റെ ഉത്ഭാഗമെല്ലാം ഇട്ടുവട്ടം തിരിക്കുന്നതും അതിഭയങ്കരമായ ഈ ഒച്ച അങ്ങയുടേതായിട്ടുണ്ടായി എന്നാണ് ഭട്ടതിരി പറയുന്നത്. മുൻപ് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഈ ഒച്ച കേട്ടിട്ട് ഹിരണ്യകശിപുവിൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു വിറയലുണ്ടായി. മാത്രമല്ല ബ്രഹ്മാവ് പോലും തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് ഒന്ന് ഇളകിപ്പോയി എന്നാണ് പറയുന്നത്. ആ പ്രകമ്പനം കേട്ടിട്ട് ഈ രൂപത്തെ കണ്ട ഹിരണ്യകശിപു അമ്പരന്നു പോയി. ഇങ്ങനൊരു രൂപം മുൻപൊരിക്കലും കണ്ടിട്ടില്ല. അതായത് മുഖമെല്ലാം തന്നെ സിംഹവും ശരീരമെല്ലാം തന്നെ മനുഷ്യൻ്റെ. അതാണല്ലോ നരഹരി എന്ന് പറയുന്നത്. നാരായണ ഹരേ നാരായണ നരഹരി രൂപ നാരായണ. ഉരുക്കിയ തങ്കത്തിന് നിറമുള്ളവയും ഉരുട്ടി മിഴിച്ചവയും അത്യുഗ്രങ്ങളായ കണ്ണുകളോട് കൂടിയ സ്കന്ധരോമങ്ങൾ, ആകാശം പോലെ തുറന്ന വായ, ഗുഹ പോലെയുള്ള വാൾ പോലെയുള്ള നാവ് കാണപ്പെടുന്ന ഈ വലിയ ദംഷ്ടകള ഏറ്റവും ഭയങ്കരവും ആശ്ചര്യകരവുമായ അവിടുത്തെ ഈ സ്വരൂപം ജയിക്കുമാറാകണമേ എന്ന് ഭട്ടതിരി പറയുന്നത്. ഇത് വിഷ്ണു തന്നെയാണ്. ഞാൻ ഇവനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക തന്നെ ചെയ്യുമെന്ന് ഹിരണ്യകശിപു വീണ്ടും ഗത കൊണ്ട് ആഞ്ഞിരിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഉമ്മറപ്പടിയിന്മേൽ തൻ്റെ ഇരു തുടകളിന് മേൽ അമർത്തി വെച്ച് മാറിടത്തിൽ അമർത്തി കടത്തി ഉള്ളിൽ നിന്നും ചാടുന്ന നിണനീര് തുടരെ പാനം ചെയ്തു. അങ്ങനെ ഹിരണ്യകശിപുവിനെ മഹാവിഷ്ണു സാക്ഷാത് നരസിംഹമൂർത്തി രൂപത്തിൽ വന്ന് നിഗ്രഹിക്കുകയുണ്ടായി. മാംസത്താലും കുടൽമാല ധരിച്ചതുമായ ആഗ്രഹ സ്വരൂപത്തെ കണ്ട് ശിവൻ, ബ്രഹ്മാവ്, ദേവേന്ദ്രൻ അങ്ങനെ എല്ലാവരും തന്നെ പേടിച്ച് വിറച്ചു, അകലെ നിന്ന് സ്തുതിച്ചു. അപ്പോൾ ആ സമയത്ത് ആ ഉഗ്രരൂപം കണ്ട് അടുത്തു പോകാൻ ആയിട്ട് പരമശിവനും അതുപോലെ തന്നെ ബ്രഹ്മാവും ആരും തന്നെ അടുത്തു പോകാനായിട്ടുള്ള ആ ഒരു ധൈര്യം കാണിച്ചില്ല. ആ സമയത്ത് ബ്രഹ്മാവിൻ്റെ ആജ്ഞ ലാസ്റ്റ് ശ്ലോകത്തിൽ, അതായത് 9ാമത്തെ ശ്ലോകത്തിൽ, ഭൂയോപ്യക്ഷതരോഷധാംനി ഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ. ബ്രഹ്മാവിൻ്റെ ആജ്ഞ അനുസരിച്ച് പ്രഹ്ലാദൻ അടുത്ത് ചെന്നപ്പോഴാണ് എങ്ങനെയാ കാരുണ്യപാരാകുലഹ അപഭയേ എന്ന് പറയുന്നത്. പാദങ്ങൾ നമിച്ചു. പ്രഹ്ലാദൻ ചെന്ന് പതയോ നമത്യപഭയേ. അപഭയേ എന്ന് പറഞ്ഞാൽ ഒട്ടും ഭയമില്ലാതെ തന്നെ പ്രഹ്ലാദൻ അടുത്തുപോയി ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചു. കാരുണ്യഭാരാകുലഹ, കാരുണ്യപരമായിട്ട് കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ പ്രഹ്ലാദന്റെ നെറുകയിൽ കൈ അമർത്തി വെച്ചു. എന്നിട്ട് ഉറക്കെ സ്തുതികൾ പാടി വാഴ്ത്തി. അത് പ്രഹ്ലാദ സ്തുതി എന്ന് പറയപ്പെടുന്നു. പ്രഹ്ലാദ സ്തുതി എന്ന് പറഞ്ഞിട്ട് ഭാഗവതത്തിൽ പറയപ്പെടുന്നു. ഇപ്രകാരം ലാസ്റ്റ് ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ഏവം നാടിത രൗദ്രചേഷ്ടിത വിഭോ സീതാപനീയാഭിത. ഇപ്രകാരം രൗദ്രമായ ഒരു വ്യാപാരത്തെ നടിച്ചു കാട്ടിയവനും എന്നാൽ വാസ്തവത്തിൽ ശുദ്ധമായ ആകാരത്തോട് കൂടിയവനും നൃസിംഹതാപനീയം എന്ന ഉപനിഷത്ത് സ്പഷ്ടമായി പാടി പുകഴ്ത്തിയിട്ടുള്ളതായ സകല മാഹാത്മ്യങ്ങളോട് കൂടിയ സകലവ്യാപ്യമായ ഭഗവാനെ, സർവോത്കൃഷ്ടമായ അങ്ങനെ ആര് കടന്ന് ആക്രമിക്കും? ആശ്ചര്യം തന്നെ എന്ന് പറഞ്ഞിട്ട് ഭട്ടതിരി പറയുകയാണ്. അങ്ങനെ നരസിംഹമൂർത്തി പ്രഹ്ലാദന് വരങ്ങൾ നൽകിയും ദീർഘകാലം പ്രഹ്ലാദൻ രാജാവായി വാഴുകയും ചെയ്തു. പ്രഹ്ലാദൻ ഒരു വരവും ആഗ്രഹിച്ചിട്ടല്ല, അതായത് നിഷ്കളങ്ക ഭക്തി, നിഷ്കാമ ഭക്തി എന്ന് പറയുന്നത് ആ ഒരു ഭക്തിയായിരുന്നു പ്രഹ്ലാദനുണ്ടായിരുന്നു. ഒന്നും ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വരം ചോദിച്ചിട്ടുമില്ല. പക്ഷേ ഭഗവാൻ പ്രഹ്ലാദന് വരങ്ങൾ നൽകി അനുഗ്രഹിച്ചു. ഇപ്രകാരം നരസിംഹാവതാരം ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവുകയും മരണഭയം പോലും ഉണ്ടാവില്ല. അതാണ് ഈ മൃത്യും നമാമേഹം എന്ന് പറയുന്നത്. ഇല്ലാതെ ധൈര്യമായി ഇരിക്കുവാനും ആത്മവിശ്വാസവും ലഭിക്കുമെന്നാണ് ഐതിഹ്യം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ക്ഷീരാബ്ധിശയന നാരായണ ഹരി
ശ്രീലക്ഷ്മി നരനാരായണ നാരായണ ഹരിനാരായണ നരഹരി രൂപ നാരായണ ക്ഷീരാബ്ധി ശയന. അങ്ങനെ ക്ഷീരാബ്ധി ശയനായ ഭഗവാൻ എല്ലാവർക്കും അനുഗ്രഹം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ശ്രീ ഹരേ നമഃ.